വിഷു അല്ലേ? നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് കൊന്നപ്പൂ പറിച്ചിട്ട് തമ്പുരാട്ടിയെ കാണാൻ പോയാലോ? പക്ഷെ കൊന്നപ്പൂ എവിടെ നിന്ന് കിട്ടും? ശരിയാ, കൊന്നപ്പൂ എവിടെ നിന്ന് കിട്ടും? അതൊരു മരമുണ്ട്, അവിടെ നിന്ന് പറിക്കാം. വിഷു കഴിഞ്ഞിട്ടും സ്പെൻഡ് ചെയ്യണോ അതോ നമ്മൾ അത് ചിലവാക്കണോ? അല്ല, സ്പെൻഡ് ചെയ്യണോ സേവ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ പോലെ ഇരിക്കും. ഇപ്പോൾ ഇതെൻ്റെ വല്യമ്മാവനാണ്, ചിത്രനാൾ മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പലരും വിഷുക്കൈനീട്ടം വാങ്ങിച്ച് ഇന്നും അത് സൂക്ഷിച്ച് വയ്ക്കുന്നവരുണ്ട്. അതൊരു ചെറിയ കിഴിയിൽ കെട്ടി അന്ന് 5 രൂപ 10 രൂപ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ. അത് ചിലവാക്കാതെ ഒരു സ്പെഷ്യൽ മെമൻറ്റോ ആയിട്ട് സൂക്ഷിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് 500 1000 ഒക്കെ കൊടുക്കുമ്പം അതവർ ചിലവാക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. വിഷു ആരെ ബേസ് ചെയ്താണ് സ്റ്റോറി? അത് ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റോറി. പണ്ട് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ വിഷുവാണ് പുതുവർഷം ആരംഭിക്കുന്നത്. അപ്പോൾ വിഷുവിന് നമ്മുടെ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് മഴ വരുന്നതിന് മുമ്പേ ഒരു നല്ല കാലം, അതിനാണ് ഈ വിഷു കണി വയ്ക്കുന്നത്. അപ്പോൾ ആ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പ്രതീകമാണ് ഈ വിഷു. അതല്ലേ നമ്മളെല്ലാവർക്കും പണം കൊടുക്കുന്നത്. ഈ നിങ്ങളുടെ അവിടെയൊക്കെ കണി വയ്ക്കാറില്ലേ? കണിക്കൊന്ന, ഭഗവാന്റെ ചിത്രം, അരി, കൊത്തോടെ കൊലയോടെ മാങ്ങ വെച്ചു, നൽത്തളിർ വെറ്റില വേറെ വെച്ചു, കുറിയുള്ള കണിവെള്ളരിക്ക, പിന്നെ ചെറിയ വാൽ കണ്ണാടി പൊൻപഴുക്ക. ഇതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഉള്ള കൊച്ചു പാട്ടുകളാണ്. വിഷുവിന് എന്തെല്ലാമാണ് കണിക്ക് വയ്ക്കുന്നതെന്ന്. അപ്പോൾ അത് കണിക്ക് ഭഗവാൻ മുമ്പിൽ വെച്ച് ഒരു വിളക്ക് കത്തിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ണ് പൊത്തിയാണ് വിഷുക്കണി കാണാനായിട്ട് കൊണ്ടുവരുന്നത്. എടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ കൈ പിടിച്ച് കൊണ്ടുവന്ന് ആ വിളക്കെല്ലാം കത്തിച്ച് വെച്ച് ആ വിഷുക്കണിയുടെ മുമ്പിൽ വരുമ്പോൾ കണ്ണ് തുറക്കാൻ പറയും. അങ്ങനെയാണ് കണി കാണുന്നത്. അപ്പോൾ അതൊരു ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്നോ ഒരു ന്യൂ ബിഗിനിങ് എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചിത്രീകരിക്കാം. നമ്മൾ എന്തിനാ വിഷു ആഘോഷിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഓരോ കാര്യങ്ങളും ആഘോഷിക്കുന്നത്? ഓണം എന്തിനാണ് ആഘോഷിക്കുന്നത്? ചിങ്ങം എന്തിനാണ് ആഘോഷിക്കുന്നത്? അഷ്ടമരോഹിണി എന്തിനാണ് ആഘോഷിക്കുന്നത്? ക്രിസ്മസ് എന്തിനാണ് ആഘോഷിക്കുന്നത്? അങ്ങനെ ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഉത്സാഹവും ഉന്മേഷവും നിറപ്പകിട്ടും നൽകുന്നതാണ്. അപ്പം നമ്മുടെ ആ ഒരു ഡെയിലി മൊണോട്ടണി ഇല്ലേ? ഇപ്പം നമ്മൾ സ്കൂളിൽ തന്നെ പഠിക്കുന്നു, ദിവസവും പോയി കാലത്തോട്ട് വൈകിട്ട് വരെ പഠിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു വിശേഷ ദിവസം അല്ലെങ്കിൽ ഒരു സ്കൂൾ ഡേ, ഒരു യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? അതുമാതിരി ഈ ഓരോ വിശേഷ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പകരാനുള്ള ഒക്കേഷൻസാണ്. പിന്നെ നമ്മൾ എന്തിനാ കൈനീട്ടം കൊടുക്കുന്നത്? കൈനീട്ടം നല്ലതല്ലേ? നമുക്ക് പൈസ കിട്ടുകയല്ലേ? എല്ലാവർക്കും അതല്ലേ വേണ്ടത്? എല്ലാവരും ഇന്നിപ്പോൾ പണത്തിന് വേണ്ടിയാണ് പല ആളുകളും ജീവിക്കുന്നത്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചെറുപ്രായത്തിൽ അവരുടെ കയ്യിൽ അവരുടെ സ്വന്തമായിട്ടുള്ള
എന്താ നമ്മുടെ ആദ്യത്തെ ഇൻകം എന്ന് പറയാം. അതാണ് ഈ വിഷു കൈനീട്ടം കിട്ടുന്നത്. അപ്പം അത് നമ്മൾ യുക്തിപൂർവം ബുദ്ധിപൂർവം ഉപയോഗിക്കുക. പിന്നെ വിഷുവിന് ശരിക്കുള്ള വിഷു എങ്ങനെയാണ് ഉണ്ടായത്? ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പണ്ടുള്ള കാലത്ത് ഇത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞത് മാതിരി കൃഷിയൊക്കെ ഇതായി, വേനൽക്കാലം അത് തീരാറായി, മഴ വരാറായി. അപ്പോൾ ആ ഒരു സമ്പൽ സമൃദ്ധി അതിൻ്റെ കാലമാണ്. അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു ഉണ്ടായതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഓണത്തെ മാതിരി ഒരു കഥയില്ല അതിന്, വിഷുവിന്. ശരിക്കും വിഷു മഹാവിഷ്ണുവിനെ കരുതിയല്ലേ വിഷു ആഘോഷിക്കുന്നത്? നോട്ട് നെസസറിലി. ഞങ്ങൾ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്. മഹാവിഷ്ണുവിനെ കരുതിയെന്നല്ല. പക്ഷേ ഓരോ ക്ഷേത്രങ്ങളിലും നമ്മൾ വിഷുക്കണി വയ്ക്കാറുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു കൊച്ചു പശുക്കുട്ടിയെ വരെ കൊണ്ടുവരും വിഷുക്കണി ഭഗവാൻ കണി കാണാനായിട്ട്. അപ്പം നമ്മൾ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും, ക്ഷേത്രത്തിലും വേണ്ട വീട്ടിലാണെങ്കിലും നമ്മൾ ആ കണി വയ്ക്കുന്ന ഏർപ്പാട് പണ്ടേ ഉണ്ട്. എന്തിനാ നമ്മളെ വിഷു കൈയിട്ടാൻ കൊടുക്കുന്നത്? വിഷു കൈനീട്ടം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ പണം വരുന്നു, നിങ്ങളുടെ സ്വന്തമായിട്ട് ആ കുഞ്ഞു കയ്യിൽ പണം വരുന്നു. അത് ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ പല തവണയും പണം വരേണ്ടതാണ്, ധനം വരേണ്ടതാണ്. അതെങ്ങനെ ബുദ്ധിപൂർവം ഉപയോഗിക്കാം എന്നൊരു പാഠമാണ്. കുഞ്ഞു ക്ലാസ്സിലേ ഉള്ള പാഠമാണത്. പിന്നെ അമ്മമ്മയുടെ കുട്ടിക്കാലത്തെ വിഷു എങ്ങനെയാണ്? ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോഴത്തെ മാതിരിയത്തെ ഏർപ്പാടുകളൊന്നുമില്ല. പഴയ രീതിയിലുള്ള വിഷുവാണ്. പഴയ രീതിയിലുള്ള വിഷു വെച്ചാൽ തലേ ദിവസം പ്രായമായവർ കണിയൊക്കെ ഒരുക്കും. അന്ന് കുട്ടികളെ ഒന്നും അങ്ങോട്ട് വിടൂല. നമുക്കൊരു വലിയ സർപ്രൈസാണ് ഈ വിഷു. പക്ഷേ കണിയെല്ലാം ഒരുക്കി ഭഗവാന്റെ മുമ്പിൽ ഒരു തട്ടത്തിൽ നെല്ല്, അരി, തേങ്ങ, മാങ്ങ, ചക്ക, വെള്ളരിക്ക, അത് ഈ കുറിയുള്ള വെള്ളരിക്ക വേണം, അതാണ് കണി വെള്ളരിക്ക. അത് പഴുക്കപ്പാക്ക്, വെറ്റില, വാൽക്കണ്ണാടി, സ്വർണം, വെള്ളി. അപ്പോൾ ഒരു കൊച്ചു വെള്ളിക്കിണ്ണമായിരിക്കും, ഒരു വെള്ളി വിളക്കായിരിക്കും, ഭഗവാന്റെ പടത്തിലോ വിഗ്രഹത്തിലോ ഒരു ചെറിയ സ്വർണ്ണ ചെയിനായിരിക്കും നമ്മുടെ കഴുത്ത് കിടക്കുന്നതിനായിരിക്കും എടുത്തിടുന്നത്. അങ്ങനെ അലങ്കരിച്ച് വെച്ച് കാലത്തെ 5-5:30 മണിയാകുമ്പോഴത്തേക്ക് വിളക്ക് കത്തിക്കും. അപ്പോൾ നമ്മൾ അന്നിങ്ങനെ 8 മണി വരെ ഉറക്കമൊന്നുമില്ല. 6 മണിക്ക് എല്ലാത്തിനും തൂക്കിക്കൊണ്ടുവരും വിഷുക്കണി കാണാൻ. അത് കഴിഞ്ഞിട്ട് കുളിച്ച് അമ്പലത്തിലേക്ക് പോകും. പത്മനാഭസ്വാമിയുടെ ദർശനം, അതാണ് ശരിക്കും നമ്മുടെ കണി. ഭഗവാന് കാണിക്ക സമർപ്പിച്ച് ഭഗവാന്റെ ദർശനം. നമ്മൾ ഏത് നല്ല കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്യുകയാണെങ്കിലും പത്മനാഭസ്വാമിയുടെ ദർശനം കഴിഞ്ഞേ ഉള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അന്ന് കുടുംബത്തിലെ കാരണവൻ, അത് ചിത്രകാൾ മഹാരാജാവ് ആയിരുന്നു അന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് പ്രായമനുസരിച്ച് ഓരോരുത്തർക്കും വിഷു കൈനീട്ടം കിട്ടും. പിന്നെ ഒരു സദ്യ, നമ്മുടെ മലയാള രീതിയിലുള്ള സദ്യ, തറയിൽ ഇലയിട്ട്, ഇന്നും തറയിൽ ഇലയിട്ടാണ് ഞങ്ങളൊക്കെ ഊണ് കഴിക്കുന്നത്. അത്രേ ഉള്ളൂ വിഷു. പിന്നെ ആരെങ്കിലുമൊക്കെ കാണാൻ വരും. തമ്പുരാനെ കാണാനായിട്ട് വരുന്നവർക്ക് ആർക്കും വെറും കൈയോടെ വിട്ടിട്ടില്ല. എല്ലാവർക്കും ഒരു നാണയം കൊടുക്കുക. നാണയമാണ്, നോട്ടല്ല, നാണയമേ ഉള്ളൂ അന്ന്. അപ്പോൾ മാം, ഇപ്പം നമുക്ക് വെക്കേഷൻ വരുന്നത് പോലെ മാമിൻ്റെ വെക്കേഷൻ മാം എങ്ങനെയായിരുന്നു ആഘോഷിച്ചത്? ഞങ്ങൾക്ക് വെക്കേഷൻ വരുന്ന അന്നൊക്കെ വളരെ കണിശമാണ്. അവസാനത്തെ വെള്ളിയാഴ്ച മാർച്ച് മാസത്തിൽ സ്കൂൾ അടയ്ക്കും. ജൂണിൽ ആദ്യത്തെ തിങ്കളാഴ്ച സ്കൂൾ തുറക്കും. ഇങ്ങനെയായിരുന്നു അന്നത്തെയൊക്കെ കണക്ക്. അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് പീരുമേട്ടിലൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉഷ്ണകാലത്ത് എല്ലാവരും പീരുമേട്ടിൽ പോയി 2 മാസം അവിടെ ഒരു പരമാനന്ദമാണ്. നമുക്ക് ഇഷ്ടം മാതിരി ഓടി കളിക്കാം. മുറ്റത്ത് പഠിത്തങ്ങൾ കുറവാണ്. അങ്ങനെ സന്തോഷമായിട്ട് മഴ വരുന്നത് വരെ പീരുമേട്ടിൽ താമസിക്കും. അത്രേ ഉള്ളൂ അന്നത്തെ വെക്കേഷനൊക്കെ. ഇന്നിപ്പോൾ ഓരോരുത്തർ ഡിസ്നി വേൾഡിൽ പോകുന്നു, ലണ്ടനിൽ പോകുന്നു, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെയൊക്കെ. ദുബായ് പോകുന്നു, അതൊക്കെയാണ് വെക്കേഷൻ. അന്നിങ്ങനെ സിമ്പിൾ പ്ലഷേഴ്സ്. പക്ഷേ വളരെ കണിശമാണ്. പരീക്ഷകൾ തീരും. മാർച്ച് 31 അപ്പുറം ഇല്ല പരീക്ഷ. പിന്നെ ഞങ്ങളൊക്കെ കോളേജിലായപ്പോഴത്തേക്ക് അതൊക്കെ കുറേശ്ശെ മാറി. പരീക്ഷകൾ, പ്രാക്ടിക്കൽ എക്സാംസൊക്കെ ഏപ്രിലിലേക്ക് കടന്ന് വന്നു. പിന്നെ ഒടുക്കം വെക്കേഷനേ ഇല്ലാതെയായി. പരീക്ഷ തീരുമ്പോഴത്തേക്ക് സ്കൂൾ തുറക്കാറായി, കോളേജ് തുറക്കാറായി, അങ്ങനെയായി. ഇപ്പോൾ മാമിൻ്റെ വിനോദം എന്തായിരുന്നു ആ ടൈമിലൊക്കെ? ഇപ്പോൾ നമുക്ക് TV, സ്മാർട്ട് ഫോൺ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്ന് TV യുമില്ല, സ്മാർട്ട് ഫോണുമില്ല. ഞങ്ങൾ പുസ്തകം വായിക്കുക.
ഇഷ്ടംമാതിരി വായിക്കാൻ വലിയ ഇഷ്ടമാണ് അന്നും ഇന്നും. അപ്പോൾ ഒരുപാട് ബുക്സ് കൈ കൊണ്ടുപോകും. പിന്നെ അത്യാവശ്യം പടം വരയ്ക്കുക. ഒരു കൊച്ചു ബ്രൗണി ക്യാമറ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഫോട്ടോ എടുക്കുക. പിന്നെ കാട്ടിലെ യാത്രകൾ നടക്കാൻ പോകും. ഞങ്ങൾ വലിയൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് എല്ലാവരും കൂടെ. അന്ന് ശരിക്കും വന്യമൃഗങ്ങളുണ്ട്. ആ പീരുമേട് ആ ഭാഗത്തൊക്കെ കരടി, കടുവ അതൊക്കെ ഉണ്ട്. ആന അവിടെ ഇറങ്ങിയിട്ടില്ല, പക്ഷേ കടുവയും കരടിയും പുലിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വലിയ ഗ്രൂപ്പായിട്ട് ഒച്ചയൊക്കെ വെച്ചോണ്ടാണ് നടക്കാനൊക്കെ പോകുന്നത്. പണ്ട് കൊട്ടാരത്തിൽ വിഷുവിന് നടത്തിയിരുന്ന സദ്യവട്ടങ്ങളെക്കുറിച്ച് പറയാമോ? അത് പണ്ടും ഇന്നും നമ്മുടെ മലയാള ആചാരത്തിലുള്ള സദ്യവട്ടങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ സാമ്പാർ ചേർന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഓലൻ, കാളൻ, എരിശ്ശേരി, മെഴുക്കുവരട്ടി, ഇഞ്ചിത്തൈര്, ഇതാണ് നമ്മുടെ 4 കറി. പിന്നെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ഉപ്പേരികളുണ്ടായിരുന്നു. കാവുപ്പേരി മാത്രമല്ല, അന്ന് ചേമ്പ്, ചേന, ചക്കച്ചുള. ഈ വിഷു സമയത്താകുമ്പം ചക്കയുണ്ട്, ചക്കച്ചുള, ഇതൊക്കെ വറുത്ത അങ്ങനെ ഉപ്പേരികൾ. പിന്നെ നമ്മുടെ പുളിയിഞ്ചി, മാങ്ങാക്കറി, നാരങ്ങാക്കറി, ഇങ്ങനത്തെ ഉപ്പിലിട്ടതുകൾ. പിന്നെയാണ് ഈ സാമ്പാറും അവിയലും ഒക്കെ വന്നത്. പക്ഷേ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം ആയപ്പോഴത്തേക്ക് സാമ്പാറും അവിയലും ഒക്കെ പ്രവേശിച്ചു കഴിഞ്ഞു നമ്മുടെ അടുക്കളയിലേക്ക്. പിന്നെ പായസം, പത്മനാഭസ്വാമിയുടെ പാൽപ്പായസം അത് വരും. സാധാരണ വിഷു സമയത്ത് ചക്കപ്രഥമന, അതുകൊണ്ട് അതാണ് സീസണൽ. പിന്നെ വരട്ടി വയ്ക്കും എല്ലാം, ചക്ക, പഴം ഇതൊക്കെ വരട്ടി വെച്ച്, അതുകൊണ്ട് പായസം. ഇത്രയേ ഉള്ളൂ. അന്ന് മസാല കൂട്ടുകറിയൊന്നുമില്ല, അങ്ങനത്തതൊന്നുമില്ല. പിന്നെ ആനക്കാലൻ പപ്പടം എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അത് ശരിക്കും ആനയുടെ കാല് പോലെ വലിയ വട്ടത്തിലുള്ള പപ്പടമാണ്. ആ വലിയ പപ്പടം, പിന്നെ സാധാരണ സൈസിലുള്ള പപ്പടം, പിന്നെ കുട്ടി പപ്പടം. അത് ശരിക്കും ഒരു ₹1 വട്ടമേ ഉള്ളൂ. അങ്ങനെ ഉള്ള പപ്പടം. തമ്പുരാട്ടിയുടെ ബാല്യകാലത്ത് കൊട്ടാരത്തിൽ വിഷു ആഘോഷം എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? ഇത്രയൊക്കെ ഉള്ളൂ. കാലത്തെ കണി കാണുക, കണി കണ്ടു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോവുക, തിരിച്ച് വന്ന് വല്യമ്പരാൻ്റെ കയ്യിൽ നിന്ന് വിഷുക്കൈ നീട്ടം വാങ്ങിക്കുക, ഊണ്, സദ്യ, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ കൂടുതൽ സാധാരണ ഒരു മലയാളി വീട്ടിൽ ചെയ്യുന്നത് കൂടുതലൊന്നും നമുക്ക് ഒരാഘോഷത്തിനും അങ്ങനെ കൂടുതലുണ്ടായിട്ടില്ല. ഓണത്തിനാണെങ്കിലും ഒരു പിറന്നാളാണെങ്കിലും എല്ലാം. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെയൊക്കെ അമ്മൂമ്മമാരടുത്ത് ചോദിച്ചു നോക്കൂ, അവരെങ്ങനെയായിരുന്നു ആഘോഷിച്ചിരുന്നത്, അതുപോലെയാണ് ഞങ്ങളും ആഘോഷിച്ചിരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ പരീക്ഷ തീരൂല, അപ്പോൾ ഇവിടെ വിഷു ആഘോഷിക്കാനൊന്നും ആർക്കും മനസ്സില്ല. എന്തുകൊണ്ട് പിറ്റേ ദിവസം അടുത്ത പേപ്പറാണ് അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഇത്തവണ എന്തായാലും ഞങ്ങൾക്കും കൊച്ചുമക്കളുണ്ട് ഇവിടെ, നിങ്ങളെപ്പോലെ കൊച്ചുമക്കൾ. അവരിരട്ടകളാണ്. അവരിപ്പോൾ +2 എഴുതിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇനിയും കോളേജൊക്കെ ആയിക്കഴിഞ്ഞാൽ വെക്കേഷനേ ഇല്ല, സെമിസ്റ്ററാണ്. ഒരു സെമിസ്റ്റർ കഴിഞ്ഞ് അടുത്ത സെമിസ്റ്റർ. അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ചെറിയ പ്രായത്തിലാണ് എൻജോയ് ചെയ്യേണ്ട പ്രായം. വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും എല്ലാം തകർക്കേണ്ട പ്രായമാണ്. നിങ്ങൾ വെറുതെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഐപാഡും ഒന്നും വെച്ചുകൊണ്ട് മാത്രം ഇരിക്കരുത്. അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ മുറ്റത്തിറങ്ങി കളിക്കണം, നമ്മുടെ മണ്ണുമായിട്ടൊരു ബന്ധം വരണം, നിങ്ങളുടെ കാല് ആ മണ്ണിൽ സ്പർശിക്കണം. നമ്മളെയൊക്കെ അന്ന് കസിൻസൊക്കെ വരും, വെക്കേഷനല്ലേ, കസിൻസ് എല്ലാം വരും. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മുറ്റത്തങ്ങ് വിടും എല്ലാവരെയും. വൈകുന്നേരം ഒരു 5 മണിക്ക് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ 6:30-7 മണിയാകുമ്പോഴത്തേക്ക് തല തൊട്ട് കാല് വരെ പൊടിയുമായിട്ടാണ് തിരിച്ച് പിടിച്ചുകൊണ്ട് വരുന്നത്. എല്ലാവരെയും മേല് കഴുകി നാമം ജപിച്ച് പിന്നെ ഉള്ളൂ ആഹാരം. മാമിന് ഇഷ്ടപ്പെട്ട ഒരു ബുക്കിനെ പറ്റി പറയാമോ മാം? അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. വെച്ചാൽ എനിക്ക് ഏത് പുസ്തകമാണെങ്കിലും വായിക്കാം. ഒരുമാതിരിയുള്ള പുസ്തകങ്ങൾ അന്നൊക്കെ സ്കൂൾ ഫൈനൽ ക്ലാസ്സിലൊക്കെ വാൾട്ടർ സ്കോട്ട് ഇതൊക്കെയാണ് വായിക്കാൻ. വാൾട്ടർ സ്കോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് 1 പേജ് അങ്ങനെയാണ്. പക്ഷേ അതും വായിക്കാം. അതിൻ്റെ അപ്പുറത്തെ ഈനഡ് ബ്ലൈറ്റനും അങ്ങനത്തെ അതും വായിക്കാം. അപ്പോൾ ഏത് വേണമെങ്കിലും വായിക്കാനായിട്ട് ഇന്നും ഏതെങ്കിലും ഒരു പുസ്തകം കയ്യിലില്ലെങ്കിൽ ഉറക്കം വരില്ല. ബിക്കോസ് എ ബുക്ക് ഇസ് എ ഫ്രണ്ട്. നമ്മുടെ കൂടെ കൊണ്ട് നടക്കാം എന്നുള്ള നമുക്ക് എപ്പോൾ വേണം അടച്ചു വയ്ക്കാം, എപ്പോൾ വേണം തുറക്കാം. ട്രെയിനിലിരിക്കുകയാണെങ്കിലും പ്ലെയിനിലിരിക്കുകയാണെങ്കിലും മെത്ത കിടക്കുകയാണെങ്കിലും ഒക്കെ ഈ ഫ്രണ്ട് കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ദയവ് ചെയ്ത് വായിക്കണം. മാമിന് ഇഷ്ടപ്പെട്ട ഒരു കവിതയുടെ 2 വരി. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഭഗവാനെ പല്ലക്കിൽ, അത് വളരെ മനോഹരമാണ്, 3 പല്ലക്ക്, ഒരു സ്വർണ്ണ പല്ലക്കും 2 വെള്ളി പല്ലക്കും. അതിൽ
ഭഗവാനെ എഴുന്നള്ളിക്കുകയാണ്. അപ്പോൾ സ്വാതിരുനാൾ മഹാരാജാവ് ഒരു കൊച്ചു കവിത ഉണ്ടാക്കി. ഓരോ ദിവസത്തേക്കും ഓരോ കവിത ഉണ്ടാക്കി. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയത് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നു. ആഴിക്കൂട്ടം അതിൻ്റെ മധ്യഗതമാം ഊഴിസ്ഥലാൽ പ്രാപ്തരായി ചൂഴും ലോകരെ ആകവേ ജലനിധവും വീഴിച്ചു മോദാത്മകാൽ താഴമ്പൂ നിറമാർന്ന പൂന്തുകിലതും താഴത്തു ചെമ്മേ ധരിച്ചേഴാം ഉത്സവവാസരെ ശിബികമേൽ വാഴുന്നു ലക്ഷ്മീവരൻ. അത് ശരിക്കും താഴമ്പൂവിൻ്റെ നിറത്തിലുള്ള മഞ്ഞപ്പട്ടാണ് ഞൊറിഞ്ഞ് ഈ പല്ലക്കിലിൻ്റെ ചുറ്റിനും ഡെക്കറേഷൻ അതാണ്. അപ്പോൾ അതിൽ ആ പല്ലക്കിൽ അങ്ങനെ ഭഗവാൻ ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ താഴമ്പൂ നിറമാർന്ന പൂന്തുകിലതും താഴത്തു ചെമ്മേ ധരിച്ചേഴാം ഉത്സവവാസരെ ശിബികമേൽ, ശിവിക പല്ലക്ക്, ശിബികമേൽ വാഴുന്നു ലക്ഷ്മീവരൻ. പഠിക്കോളൂ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളിക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അല്ല, ഒരു തൈ നട്ടാൽ പോരാ, അതിനെ വെള്ളമൊഴിച്ച് സംരക്ഷിച്ച് ഒരു വൃക്ഷമായിട്ട് വളർത്തിയെടുക്കണം. അതാണ് നമ്മളിപ്പോൾ ഒരുപാട് തൈകൾ നടന്നുണ്ട് സ്കൂളുകളിൽ, പല സ്ഥലങ്ങളിലും. പക്ഷെ ആരും അതിനെ പിന്നെ നോക്കുന്നുമില്ല, അതെല്ലാം കരിഞ്ഞു നാശമായി പോകുന്നു. കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാം ഞാൻ, കുഞ്ഞി കുഞ്ഞി നീ തരുമോ, നിന്നുടെ കയ്യിൽ നെയ്യപ്പം, ഇല്ല തരില്ല നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചേ. 1 2 3 4 5 once I caught a fish like 6 7 8 9 then I let it go again. Why did you let it go? Because it bit my finger. So which finger did it bite? The little finger on the right. മാം, ഇത് ഞാൻ തന്നെ എഴുതിയ ഒരു കവിതയാണ്. അമ്മ എന്നാണ് കവിതയുടെ പേര്. സ്നേഹത്തിൻ മകുടം നീയല്ലോ, എന്നാദ്യത്തെ ഗുരു നീയല്ലോ, നിൻ കണ്ണിൻ കൺമണി പോൽ എന്നെ കാക്കുന്നവൾ നീയല്ലോ. സ്നേഹത്തിൻ മകുടം നീയല്ലോ, എന്നാദ്യത്തെ ഗുരു നീയല്ലോ, നിൻ കണ്ണിൻ കൺമണി പോൽ എന്നെ കാക്കുന്നവൾ നീയല്ലോ. സ്നേഹിക്കാൻ പഠിപ്പിച്ചവൾ നീയല്ലോ, എന്നെ മാനിക്കാൻ പഠിപ്പിച്ചവൾ നീയല്ലോ, ഇരുൾ കോണിൽ തേങ്ങുമ്പോൾ എന്നെ വാരിപ്പുണർന്നവൾ നീയല്ലോ. മാനത്ത് താരങ്ങൾ കാണിച്ചു നീ, തേന്മാവിൻ തണൽ പോൽ നീ തഴുകി, പൊന്നാവണിക്കാറ്റായി നീ തലോടി, എന്നമ്മ നിലാവി നീ എൻ്റെ കൂടെ. അമ്മ എന്ന പദം ശ്രവിച്ചാൽ 1000 പ്രപഞ്ചം മാനിച്ചു കുമ്പിടും, അത്രയും ശ്രേഷ്ഠമല്ലോ ഈ പദം, മഹാശ്രേഷ്ഠമാകുന്നത്. മാതാവ് ജനനി തായ അമ്മ, എല്ലാത്തിനും അർത്ഥം ഒന്നു മാത്രം, സ്നേഹവും വാത്സല്യവും കരുണയും അമ്മ, സാന്ത്വനമാകുന്ന കരുതലമ്മ, എല്ലാം പൊറുക്കുന്ന കരുണയമ്മ, ആരിലും വലിയവളാകുന്നു അമ്മ, ലോകം നമിക്കുന്ന ശ്രേഷ്ഠയമ്മ, ആരിലും വലിയവളാകുന്നു അമ്മ, ആരിലും വലിയവളാകുന്നു അമ്മ. വെരി നൈസ് കുഞ്ഞുങ്ങളെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കൊച്ചായിരുന്നപ്പം നിങ്ങൾക്ക് അമ്മ എങ്ങനെ നിങ്ങളെ നോക്കി, നിങ്ങൾ വലുതാവുമ്പോൾ ആ അമ്മയ്ക്ക് ആവശ്യമുള്ളപ്പോൾ അച്ഛനമ്മമാരെ നമ്മളും അതുപോലെ നോക്കണം. ഇന്ന് കേരളത്തിലെ കുട്ടികളെല്ലാം പറന്നു പോവുകയാണ് ദൂരത്ത്. ഒരു വയോജന സംസ്ഥാനമാകുന്നു കേരളം. അപ്പം നിങ്ങൾക്ക് ആ ഓർമ്മ
മുതിർന്നവരെ, അമ്മമാർ, അമ്മൂമ്മമാർ, അച്ഛൻ, അപ്പൂപ്പൻ, അവർക്ക് ആവശ്യം വരുമ്പോൾ ഒരു താങ്ങും തണലും ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ തിരിച്ച് ആവണം ആ അമ്മയ്ക്ക് വേണ്ടി. എല്ലാവരും നന്നായി വരട്ടെ കൊച്ചുമക്കളെ. കള്ളിയങ്കാട്ടെ കറുത്ത നീലി നീലി നിന്റെ കണ്ണുകളിലിപ്പോഴും തീനാളമുണ്ടെന്നു കാട് പറയുന്നു. കള്ളിയങ്കാട്ടെ കറുമ്പിനി കവിതയുടെ മുന്നിൽ ഉരിയാടുക സമസ്തം. കളവരുതു കളവരുതു രാത്രിയുടെ പുത്രി. കുഞ്ഞുങ്ങൾക്കും പ്രേക്ഷകർക്കും എല്ലാം ഒരു നല്ല വിഷു ആശംസിക്കുന്നു. വിഷുവിന് മാത്രമല്ല, ഭഗവാന്റെ അനുഗ്രഹം ഈ കൊച്ചു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഓരോ അടിക്കും അവരുടെ കൂടെ തന്നെ ഭഗവാൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.